നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. എൻ്റെ പേര് മണി കാർത്തിക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ്. എന്ത് ടോപ്പിക്കിനെ കുറിച്ച് ബ്ലോഗ് ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ഞാൻ ബ്ലോഗിനെ കുറിച്ച് പലരോടും പറയുമ്പോഴും ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ബ്ലോഗ് ചെയ്യണം എന്നുള്ളതാണ്. പലർക്കും പല ഐഡിയാസ് ഉണ്ട്, പക്ഷേ എങ്ങനെ ചെയ്യണം, എന്തിനെക്കുറിച്ച് ചെയ്യണം, എന്തിനെക്കുറിച്ച് ചെയ്യണ്ട, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും അറിവില്ല. ഓക്കെ, ഞാനപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് ടോപ്പിക്ക് ചൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും യുണീക്കായിട്ട് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര പാഷനേറ്റ് ആയിട്ട് അടുത്ത് നിൽക്കുന്നൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മടുപ്പ് വരില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഹിറ്റാവും. മൂന്നാമത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ട്രാവൽ തന്നെ എടുക്കുക. ട്രാവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വ്ളോഗ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്, ബ്ലോഗുകൾ തന്നെ എഴുതുന്നുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് പലരും എഴുതുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ എക്സാമ്പിൾ, നിങ്ങളൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് ഗൂഗിൾ ചെയ്യണം. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആഗ്രയിൽ പോകണം, അല്ലെങ്കിൽ ഡൽഹിയിലോ അവിടെ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാനായിട്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് 2-3 കിട്ടുന്ന വെബ്സൈറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ചിലപ്പോൾ വിക്കിപീഡിയ വരുമായിരിക്കും, ചിലപ്പോൾ മേക്ക് മൈ ട്രിപ്പ് വരുമായിരിക്കും, യാത്ര വരുമായിരിക്കും, ഐബിബോ വരുമായിരിക്കും. ഇങ്ങനെ 1-2 ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള 1-2 വെബ്സൈറ്റ്സ് നമുക്ക് എപ്പോഴും കാണാം ടോപ്പിലായിട്ട് വരുന്നത്. നമ്മളെന്നാൽ ഈ വെബ്സൈറ്റ്സിനെയാണോ ട്രസ്റ്റ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കും, പക്ഷെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മളെപ്പോലെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കും. അങ്ങനത്തെ വെബ്സൈറ്റ്സ് ഉണ്ടാവും. ഇഷ്ടംപോലെ ബ്ലോഗ്സ് നമ്മൾ കാണും. ചിലപ്പോൾ അവർ 5ാമത്തെ പൊസിഷനിലായിരിക്കും, 6ാമത്തെ പൊസിഷനിലായിരിക്കും, ചിലപ്പോൾ 2ാമത്തെ പേജിലായിരിക്കും. പക്ഷേ അവരോട് നമുക്ക് തോന്നുന്ന ഒരു ട്രസ്റ്റ് നമുക്ക് ഒരിക്കലും വിക്കിപീഡിയയോടോ ഗോ ഐബിബിയോടോ മേക്ക് മൈ ട്രിപ്പിനോടോ തോന്നില്ല. കാരണം നമുക്കറിയാം അവരെല്ലാം വളരെ ബിഗ് ബ്രാൻഡ്സ് ആണ്, അവർക്കൊരു ബിസിനസ് അജണ്ട ഉണ്ട്. സോ അവരേതെങ്കിലും ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിലൊരു അജണ്ട ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. നേരെ മറിച്ച് ഒരാൾ പറയുവാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് പോയി, ഈ ഒരു ദിവസം പോയി, ഇവിടെയാണ് ഞാൻ താമസിച്ചത്, ഇവിടെ ഇത്ര പൈസ ഞാൻ ചിലവാക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളാണ് അത് എഴുതുന്നത്. അപ്പം നമുക്ക് അവരോട് ട്രസ്റ്റ് തോന്നും, അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നും. അങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു ബ്ലോഗിൻ്റെയും ബ്ലോഗറിൻ്റെയും പ്രസക്തി വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് നോളജുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരു ടോപ്പിക്കാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൽ ടോപ്പിക്സ് ഇഷ്ടം പോലെയുണ്ട്. ട്രാവലുണ്ട്, ഫുഡുണ്ട്, കുക്കിംഗ് ഉണ്ട്, ഫാഷൻ ഉണ്ട്, പേഴ്സണൽ ഫൈനാൻസ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ സെർച്ച് എഞ്ചിൻ ടോപ്പിക്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന് പല പല വെബ്സൈറ്റ്സ് അവർ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ ഫൈനാൻസ് ആയിട്ടും കുക്കിങ്ങും ട്രാവലിങ്ങും ഇങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കാറ്റഗറീസിലും അവർക്ക് കണ്ടന്റ് വേണം. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ്സിൽ ഈ കാറ്റഗറീസിലുള്ളതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പലരും സെർച്ച് ചെയ്യുന്നുണ്ട്. ആ സെർച്ചിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിനെ കാണിക്കാനായിട്ട് ഗൂഗിളിന് കൂടുതൽ താല്പര്യം ഉണ്ടാകും, കാരണം നിങ്ങളുടെ യുണീക്ക് കണ്ടന്റ് ആയതുകൊണ്ട്. സോ എപ്പോഴും മറ്റുള്ളവർ എന്താണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ എന്ന് മനസ്സിലാക്കി വേണം റൈറ്റ് ചെയ്യാനായിട്ട്, കണ്ടന്റ് റൈറ്റ് ചെയ്യാനായിട്ട്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങളുടെ കവിതകൾ, നിങ്ങളുടെ കഥകൾ, നിങ്ങളുടെ ലൈഫ് ഹിസ്റ്ററി, ഇതൊക്കെ എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം, എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഇല്ല. നിങ്ങളൊരു കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലോഗിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ചെയ്തുകൊണ്ടും കാര്യമില്ല, കാരണം ആൾക്കാർക്ക് നിങ്ങളെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് മാത്രമാക്കരുത്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്, ഞാൻ പണ്ട് കവിത എഴുതുമായിരുന്നു, ഇപ്പം എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പെയിന്റ് ചെയ്യുമായിരുന്നു, ഇപ്പം എനിക്ക് സമയം കിട്ടുന്നില്ല. എന്നാൽ ബ്ലോഗിലൂടെ ഞാൻ ഒരു പ്ലാറ്റ്ഫോം പറഞ്ഞ് ഞാനിതൊക്കെ ഒന്ന് ഷെയർ ചെയ്താലോ ആൾക്കാരോടൊന്നും പറയുന്ന ഒത്തിരി പേരുണ്ട്. ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനൊരു കമേഴ്ഷ്യൽ ആംഗിളും കൂടി നോക്കണം. അതും കൂടി നിങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങൾ ബ്ലോഗിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കൂടുതൽ പൈസയും കിട്ടും, നിങ്ങൾക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷനും കിട്ടും. ഇതെന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്. സോ ഇന്നത്തെ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇന്ന ടോപ്പിക് അങ്ങനെയില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, അതിനൊരു സെർച്ച് എഞ്ചിൻ ട്രാഫിക് വാല്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് പല ടൂൾസ് അവൈലബിൾ ആണ്, എന്താണ് ആൾക്കാർ ആ ഒരു ഇൻഡസ്ട്രിയിൽ സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ആലോചിച്ച് തന്നെ കണ്ടെത്താവുന്നുള്ളൂ എന്തൊക്കെയായിരിക്കും ആ കാര്യങ്ങൾ എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എത്ര ഇതിനെക്കുറിച്ച് എഴുതുന്നോ, എത്ര നിങ്ങൾ ഇതിനെക്കുറിച്ച് യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നോ നിങ്ങളുടെ ബ്ലോഗ് വഴി, അത്രയും നല്ലതായിരിക്കും.
ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ കണ്ടന്റ് സമ്മറി. നാളത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് SEO എന്നും എങ്ങനെയാണ് SEO ചെയ്യേണ്ടതെന്നും എങ്ങനെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, സോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ദിസ് ഇസ് മണി കാർത്തിക് സൈനിങ് ഓഫ്. ബൈ ദ വേ, ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്കൊരു 30 ദിവസം കൊണ്ട് 30 വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ 6 വീഡിയോ ആയി. നമുക്കൊരു 30 ദിവസം കഴിയുമ്പോഴേക്കും 1000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് സംഭവം ഉഷാറായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണൊക്കെ അടിച്ച് എല്ലാ പറ്റുന്നതൊക്കെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്തോളൂ. നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.